ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം സെക്കൻഡ് സെമസ്റ്ററിന് പഠിക്കാനുള്ള പേപ്പറാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോക്കകത്ത് നമ്മളതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയ്ക്ക് മാർക്കറ്റ് എന്താണ്, മാർക്കറ്റിംഗ്, സെല്ലിംഗ്, അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്, അതുപോലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇവയെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത് എങ്കിലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് നമുക്ക് മാർക്കറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. Market means a physical location or network where people interested in selling their specific product or service interact with those who wish to buy it. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ ലൊക്കേഷൻ ആണ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആണ്. അവിടെ ഒരു നിർദ്ദിഷ്ട പ്രോഡക്റ്റോ സർവീസോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുമായിട്ട് ഇടപാട് നടത്തുന്ന ഇന്ററാക്ട് ചെയ്യുന്ന സ്ഥലമാണ്. where people interested in selling their specific product or service, നിർദ്ദിഷ്ട പ്രോഡക്റ്റോ സർവീസോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ററാക്ട് ചെയ്യുന്നു വിത്ത് ദോസ് ഹു വിഷ് ടു ബൈ ഇറ്റ്, അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആരാണോ അവരുമായിട്ട്. ഇറ്റ് ഈസ് എ സെറ്റപ്പ്, ഇതൊരു സെറ്റപ്പ് ആണ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് ആണ്. വേർ ടു ഓർ മോർ പാർട്ടീസ് മീറ്റ്, അവിടെ രണ്ടോ അതിലധികമോ ആളുകൾ പാർട്ടീസ് മീറ്റ് ചെയ്യുന്നു. ആൻഡ് എൻഗേജ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സർവീസ് ആൻഡ് ഇൻഫർമേഷൻ, എന്നിട്ട് ഗുഡ്സോ സർവീസോ ആൻഡ് ഇൻഫർമേഷൻ ഇതൊക്കെ തന്നെയും കൈമാറ്റം ചെയ്യുന്ന പരിപാടിയിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ദസ് എ മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ട്രാൻസാക്ഷനെ സൗകര്യപ്പെടുത്തുന്നു. അതുപോലെ കൺസ്യൂമേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ഇടയിലുള്ള ട്രാൻസാക്ഷനെയൊക്കെ അവർ സൗകര്യപ്പെടുത്തുന്ന ഒരു സെറ്റപ്പാണ്, ഒരു ഫിസിക്കൽ ലൊക്കേഷനാണ്, നെറ്റ്വർക്കാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. A market is defined as a location, real or virtual, where buyers and sellers meet to exchange goods and services at prices determined by the forces of supply and demand. അപ്പോൾ മാർക്കറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ്സ് എ ലൊക്കേഷൻ, ലൊക്കേഷൻ ആണ്. റിയൽ ആവാം, വെർച്വൽ ആവാം. റിയൽ മീൻസ് റിയൽ മാർക്കറ്റ് പ്ലേസ് ആവാം, അല്ലെങ്കിൽ വെർച്വൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ വെർച്വൽ ആവാം. വേർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ടു എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ്, അവിടെ ഗുഡ്സും സർവീസസും കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബയേഴ്സും സെല്ലേഴ്സും മീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അറ്റ് പ്രൈസസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അവിടെ നമ്മൾ നിർണ്ണയിക്കപ്പെടുന്ന പ്രൈസ് എങ്ങനെയാണ്? സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഈ രണ്ട് ഫോഴ്സസാൽ നിർണ്ണയിക്കപ്പെടുന്ന പ്രൈസിനാണ്, ആ ഒരു വില വെച്ചിട്ടാണ് ഇവർ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആണ്, പ്ലേസ് ആണ് മാർക്കറ്റ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. അത് മീനിങ് നോക്കാം. മാർക്കറ്റിംഗ് മീൻസ് those business activities that are directing the movement of goods and services from producers to the ultimate consumers or users. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു ബിസിനസ് ആക്ടിവിറ്റിയാണ് അല്ലെ. നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസേഴ്സിൽ നിന്നും അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്, എൻഡ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് ആരാണോ അവരുടെ അടുത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും അടങ്ങുന്നതാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ട്രേഡ് നടത്താനുള്ള പ്ലേസ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം അത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളുമാണ്, ബിസിനസ് പ്രവർത്തനങ്ങളുമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇൻ ദ വേർഡ്സ് ഓഫ് ഫിലിപ്പ് കോട്ട്ലറുടെ വാക്കുകളിൽ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. മാർക്കറ്റിംഗ് ഈസ് എ സോഷ്യൽ ആൻഡ് മാനേജറിയൽ പ്രോസസ് by which individuals and groups obtain what they need and want through creating and exchanging products and value with others. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആൻഡ് മാനേജറിയൽ പ്രോസസ് ആണ്. ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഒബ്റ്റെയിൻ വാട്ട് ദേ നീഡ് ആൻഡ് വാണ്ട്, അവിടെ ഇൻഡിവിജ്വൽസിന് എന്താണോ ആവശ്യം, അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണോ അത് ഒബ്റ്റെയിൻ ചെയ്യാണ് അവിടെ ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും ചെയ്യുന്നത്. ത്രൂ ക്രിയേറ്റിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് പ്രോഡക്ട്സ് ആൻഡ് വാല്യൂ വിത്ത് അതേഴ്സ്, അവിടെ പ്രോഡക്ട്സും അതുപോലെ തന്നെ വാല്യൂസും ക്രിയേറ്റ് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് പരസ്പരം അല്ലെ. ഒരു ടീം അവിടെ പ്രോഡക്ട്സ് ഒരാൾ ടീമിന് കൊടുക്കുമ്പോൾ പകരം അവർ മറ്റുള്ളവരിൽ നിന്നും ഇങ്ങോട്ടേക്ക് വാല്യൂ ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, പ്രൈസ് ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഒരു ടീം പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ മറ്റൊരു ടീം അതിന്റെ പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഒന്ന്, ഇക്കണോമിക് ഫംഗ്ഷൻ. മാർക്കറ്റിംഗ് ഈസ് ആൻ ഇക്കണോമിക് ഫംഗ്ഷൻ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഓർ യൂസേഴ്സ്. പ്രൊഡ്യൂസറിൽ നിന്നും അൾട്ടിമേറ്റ് യൂസേഴ്സ്, എൻഡ് യൂസേഴ്സിലേക്ക് ഗുഡ്സും സർവീസും കൈമാറ്റം ചെയ്യുന്ന ഒരു ഇക്കണോമിക് ഫംഗ്ഷൻ ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ പ്രോഡക്റ്റ് കൈമാറുന്നു, തിരിച്ചതിന്റെ പ്രൈസ് വാങ്ങിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഇക്കണോമിക് ട്രാൻസാക്ഷൻ ആണ്, ഇക്കണോമിക് ഫംഗ്ഷൻ ആണ്.
Then it is a legal process. Marketing is a legal process of transferring ownership from the seller to the buyer. ഒരു ഗുഡ്സ് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത്, സെല്ലറുടെ കയ്യിലായിരിക്കും. ആ സെല്ലറുടെ കയ്യിൽ നിന്നും അതിന്റെ ഓണർഷിപ്പ് ബയറിലേക്ക് കൈമാറ്റം ചെയ്യുന്ന, ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ലീഗൽ പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. Then managerial function. Marketing is a managerial function of organizing and directing business activities that facilitates the movement of goods from producer to consumers. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മാനേജറിയൽ ഫംഗ്ഷനും കൂടിയാണ്. ഗുഡ്സ് പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ അതിന് സൗകര്യപ്പെടുത്തുന്ന എന്തെല്ലാം ബിസിനസ് ആക്ടിവിറ്റീസ് വേണമോ അതെല്ലാം തന്നെ പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യും ഡയറക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാനേജറിയൽ ഫംഗ്ഷനും കൂടിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. Then a philosophy. Marketing is a philosophy based on consumer orientation and satisfaction. കൺസ്യൂമേഴ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെയുള്ള ഒരു ഫിലോസഫിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ കൺസ്യൂമേഴ്സിനെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. Then dual objective. രണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ട്. മാർക്കറ്റിംഗ് ഹാസ് dual objective of profit making and consumer satisfaction. പ്രോഫിറ്റ് ഉണ്ടാക്കുക, ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതും അതോടൊപ്പം കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള രണ്ട് ഒബ്ജക്റ്റീവ് മാർക്കറ്റിംഗിനുണ്ട് എന്നാണ് പറയുന്നത്. Then social process. It is a social process by which the society gets goods and services for the satisfaction of their needs. ഇതൊരു സോഷ്യൽ പ്രോസസ്സും കൂടെയാണ്. സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള, സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഗുഡ്സും സർവീസസും സമൂഹത്തിന് ലഭ്യമാകുന്ന ഒരു സോഷ്യൽ പ്രോസസ്സും കൂടെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. It is a continuous activity. Marketing addresses both the current and future consumers. Thus, it is a continuous process. ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇപ്പൊ നിലവിലുള്ള കൺസ്യൂമേഴ്സിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ഫ്യൂച്ചറിൽ ഇനി ഉണ്ടായേക്കാവുന്ന കൺസ്യൂമേഴ്സ് ആരാണോ അവരെയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണെന്ന് കൂടെ നമുക്ക് പറയാം. ദെൻ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളത് നോക്കാം. Importance of marketing may be analyzed from the point of view of the society and that of individual firms. മാർക്കറ്റിംഗിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഗുണം സൊസൈറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലും നമുക്ക് നോക്കാം, അതുപോലെ തന്നെ ഫേമുകളുടെ ഭാഗത്ത് നിന്ന് രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിലും നമുക്ക് നോക്കി നോക്കാം. ഇമ്പോർട്ടൻസ് ടു ദ സൊസൈറ്റി, സമൂഹത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് അതുകൊണ്ട് നേട്ടമുണ്ടെന്ന് തോന്നുന്നത് ഏതെല്ലാം കാര്യങ്ങളിലാണെന്ന് നോക്കാം. മാർക്കറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദ സൊസൈറ്റി ഓൺ ദ ഫോളോയിങ് ഗ്രൗണ്ട്. വരുന്ന മാർക്കറ്റിംഗ് ക്രിയേറ്റ് സം വാല്യൂസ് ഓർ യൂട്ടിലിറ്റി ടു സൊസൈറ്റി വിത്ത് പ്രോഡക്റ്റ്, പ്ലേസ്, ടൈം ആൻഡ് പൊസഷൻ യൂട്ടിലിറ്റീസ്. മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് ഒരുപാട് വാല്യൂസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രോഡക്റ്റ് യൂട്ടിലിറ്റി ഉണ്ട്, പ്ലേസ് യൂട്ടിലിറ്റി ഉണ്ട്, ടൈം യൂട്ടിലിറ്റി, പൊസഷൻ യൂട്ടിലിറ്റീസ്. ഈ പറയുന്ന യൂട്ടിലിറ്റീസ് എല്ലാം ഇത് സമൂഹത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ മാർക്കറ്റിംഗ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇക്കോണമി. നമ്മുടെ സാമ്പത്തിക മേഖലയുടെ ഇക്കോണമിയുടെ ഡെവലപ്മെന്റ്, അതിന്റെ ഗ്രോത്തിനെല്ലാം തന്നെ മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. ദെൻ മാർക്കറ്റിംഗ് മെയിൻറ്റെയിൻസ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി ബൈ ബാലൻസിങ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. പ്രൊഡക്ഷനും അതുപോലെ തന്നെ കൺസംഷനെയും ബാലൻസ് ചെയ്തുകൊണ്ട് ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. അപ്പം എന്തുമാത്രമാണ് കൺസംഷൻ, ആളുകൾ എന്തുമാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം സപ്ലൈ ആണെങ്കിലും അതിന്റെ ഡിമാൻഡ് ആണെങ്കിലും ഒക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു ഇക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിന് മാർക്കറ്റിംഗ് ആണ് നമ്മളെ സഹായിക്കുന്നത്. മാർക്കറ്റിംഗ് റിമൂവ്സ് ദ ഇംബാലൻസ് ഓഫ് സപ്ലൈ ബൈ ട്രാൻസ്ഫറിംഗ് ദ സർപ്ലസ് ടു ദ ഡെഫിസിറ്റ് ഏരിയ. സപ്ലൈ ചെയ്യുന്നതിൽ മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ് മറ്റും വരുന്നതിന്റെ ആ ഒരു ഇംബാലൻസ് അത് റിമൂവ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ്. എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? സർപ്ലസ് ആയിട്ടുള്ളത് ഡെഫിസിറ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട്. ചില സാധനങ്ങൾ ചില ഏരിയയിൽ ഇഷ്ടം പോലെ ലഭ്യമായിരിക്കും, അത് എവിടെയാണോ അത് അവൈലബിൾ അല്ലാത്ത സ്ഥലം അവിടേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് എല്ലായിടത്തും അതിന്റെ സപ്ലൈ ഒരുപോലെ ബാലൻസ് ചെയ്യുന്നു. അതിലൂടെ അതിന്റെ പ്രൈസും മറ്റും വല്ലാണ്ട് താഴാതെയും വല്ലാതെ കൂടാതെയും നിലനിർത്താനും അവരെ കൊണ്ട് മാർക്കറ്റിങ്ങിനെ കൊണ്ട് സാധിക്കുന്നു. മാർക്കറ്റിംഗ് ഈസ് കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസറെയും കൺസ്യൂമറെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന കണക്റ്റിംഗ് ലിങ്ക് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. Then marketing helps in increasing the standard of living of society by providing employment opportunities, quality products at low prices, etc. മാർക്കറ്റിംഗിലൂടെ നമുക്ക് പല കാരണങ്ങൾ നമ്മൾ മേലെ പറഞ്ഞു, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയും ലോ പ്രൈസിന് പ്രോഡക്ട്സ് എന്നാൽ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ തന്നെ സമൂഹത്തിന് ലഭിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിംഗിൽ ഒരുപാട് വർക്ക് വരുന്നുണ്ട്.
അതുവഴി എംപ്ലോയ്മെന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം അതിനകത്ത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തൊട്ട് അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് തൊട്ട് അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നവരേക്കുള്ള എല്ലാ കാര്യങ്ങളും മാർക്കറ്റിങ്ങിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്. അങ്ങനെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ എല്ലാവർക്കും ഒരു വരുമാനമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് സഹായിച്ചുകൊണ്ട് ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യിക്കുന്നതിന് കൂടെ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ നാഷണൽ ഇൻകം ബൈ ഇൻക്രീസിംഗ് ദ സേവിങ്സ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിന്റെ സേവിങ്സ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ മേൽപ്പറഞ്ഞ രീതിയിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും മറ്റോ കൊടുത്ത് അവർക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതിലൂടെയൊക്കെ ആയിട്ട് രാജ്യത്തിന്റെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യിക്കുന്നതിനും കൂടെ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ടു ദ ഇൻഡിവിജ്വൽ ഫേംസ്. സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. മാർക്കറ്റിംഗ് ഇൻക്രീസസ് ദ സെയിൽസ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഓഫ് ഫേം. ഫേമിന്റെ സെയിൽസ് റവന്യൂവും അതുപോലെ തന്നെ ഫേം പ്രോഫിറ്റും എല്ലാം തന്നെ ഇൻക്രീസ് ചെയ്യുന്നതിന് മാർക്കറ്റിംഗ് ആണ് സഹായിക്കുന്നത്. മാർക്കറ്റിംഗ് പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ ടു ദ ടോപ്പ് മാനേജ്മെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഈ പ്രോഡക്റ്റുമായിട്ടും പർച്ചേസുമായിട്ടും അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസിഷൻസ് എടുക്കുന്നതിന് ടോപ്പ് മാനേജ്മെന്റിന് ആവശ്യമായുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ആൻഡ് ഇന്നോവേഷൻസ് മേക്ക് ദ ബിസിനസ് ഡൈനാമിക്. മാർക്കറ്റിംഗും ഇന്നോവേഷൻസ് ഒക്കെ വരുമ്പം അത് ബിസിനസിനെ കൂടുതൽ ഡൈനാമിക് ആക്കും. അത് എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ബിസിനസ്സിനകത്ത്. എപ്പോഴും പുതിയ പുതിയ മാറ്റത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബിസിനസ് സ്ഥാപനം കൂടെ മാറിക്കൊണ്ടിരിക്കും. ന്യൂ പ്രോഡക്ട്സ് ആൻഡ് ന്യൂ മെത്തേഡ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ സ്റ്റഡിയിങ് ദ ചേഞ്ചിങ് നീഡ്സ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ മാറിക്കൊണ്ടേയിരിക്കുന്ന ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ എന്താണെന്ന് പഠിച്ചുകൊണ്ട് അതിനനുസരിച്ച് പുതിയ പുതിയ മെത്തേഡുകളും മറ്റുമൊക്കെ തന്നെ പുതിയ പ്രോഡക്റ്റുകളൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ അതുവഴി ബിസിനസ് എപ്പോഴും ഡൈനാമിക് ആക്കി നിർത്തുന്നതിന് മാർക്കറ്റിങ്ങിനെ കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. മാർക്കറ്റിംഗ് ഫെസിലിറ്റേറ്റ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ് ബൈ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. മാർക്കറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സൊസൈറ്റിയെ സെർവ് ചെയ്യുന്നതിലൂടെ അത് ബിസിനസിന്റെ ഡെവലപ്മെന്റിലൂടെ സഹായിക്കും. അങ്ങനെ മാർക്കറ്റിംഗ് ബിസിനസിന്റെ ഡെവലപ്മെന്റിന് സൗകര്യപ്പെടുത്തുന്നതും കൂടെ ഉണ്ട്. ദെൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. എന്താണ് സെയിൽസും മാർക്കറ്റിംഗും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് ഈസ് യൂസ്ഡ് ആസ് എ സിനോണിം ഫോർ സെല്ലിംഗ്. മാർക്കറ്റിംഗ് പലപ്പോഴും സെല്ലിങ്ങിന് പകരമായിക്കൊണ്ട് അല്ലെങ്കിൽ സെല്ലിങ്ങും മാർക്കറ്റിംഗും ഒരുപോലെ തന്നെ നമ്മൾ ഒരേ പർപ്പസോട് കൂടി ഉപയോഗിക്കാറുണ്ട്. ബട്ട് ദ ടേം ഡിഫർ ഇൻ ദർ മീനിങ് ആൻഡ് ഗോൾസ്. പക്ഷെ ഇവ ഈ രണ്ട് ടേമും അതിന്റെ മീനിങ്ങിലാണെങ്കിലും അതിന്റെ ഗോൾസിലാണെങ്കിലും ഒക്കെ അടിസ്ഥാനത്തിൽ രണ്ടും വ്യത്യാസമുണ്ട്. സെല്ലിംഗ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അറ്റ് എ പ്രോഫിറ്റ്. ഒരു പ്രോഫിറ്റ് ഈടാക്കിക്കൊണ്ട് ഗുഡ്സോ സർവീസിന്റെയോ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നതാണ് സെല്ലിങ്. ഇറ്റ് ഇംപ്ലൈസ് കൺവേർട്ടിംഗ് പ്രോഡക്റ്റ് ഇൻ ടു ക്യാഷ്. ഇവിടെ പ്രോഡക്റ്റിനെ ക്യാഷ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. സെല്ലിംഗ് ഇൻവോൾവ്സ് ഓൾ ദോസ് പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ഫൈൻഡിങ്, സെക്യൂറിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഡിമാൻഡ് ഫോർ എ ഗിവൺ പ്രോഡക്റ്റ് ഓർ സർവീസ്. തന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ സർവീസസിന് അതിന് ഡിമാൻഡ് ഫൈൻഡ് ചെയ്യുക, കണ്ടെത്തുക, അത് സെക്യൂർ ചെയ്യുക, അത് വീണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ പേഴ്സണൽ ആയിട്ടുള്ളതും ഇമ്പേഴ്സണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് സെല്ലിങ്ങിനകത്ത് വരുന്നത്. അതായത് ഒരു പ്രോഡക്റ്റ് ആയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് അതിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടും അത് കൈമാറ്റം ചെയ്യുന്നത് വരെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് സെല്ലിങ്ങിനകത്ത് വരുന്നത്. അതേസമയം മാർക്കറ്റിംഗ് ഈസ് എ ബ്രോഡർ ടേം ദാൻ സെല്ലിംഗ്. പക്ഷെ സെല്ലിങ്ങിനെക്കാളും കുറച്ചും കൂടെ ബ്രോഡർ ടേം ആണ് മാർക്കറ്റിംഗ്. അതിനേക്കാളും കുറച്ചും കൂടെ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡയറക്ടിംഗ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു ദ കൺസ്യൂമർ. പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് ഗുഡ്സോ സർവീസസോ എത്തിച്ചേരണമെങ്കിൽ, അത് ഫ്ലോ ചെയ്യണമെങ്കിൽ, അത് ഉണ്ടായി അത് അവിടേക്ക് എത്തണമെങ്കിൽ ചെയ്യേണ്ട ബിസിനസ് ആക്ടിവിറ്റീസ് എന്തെല്ലാമാണോ അത് മുഴുവൻ വരുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സെല്ലിംഗ് സ്റ്റാർട്ട് വിത്ത് പ്രോഡക്റ്റ്. സെല്ലിംഗ് പ്രോഡക്റ്റ് ആയതിനു ശേഷം പ്രോഡക്റ്റിന്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറാസ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് കൺസ്യൂമേഴ്സ് ആൻഡ് ദർ നീഡ്സ്. കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ നീഡ്സിൽ നിന്നുമാണ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരാണ് കൺസ്യൂമർ എന്നും അവരുടെ നീഡ്സ് എന്താണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് അതിനനുസരിച്ച് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് ആക്കി മാറ്റി പിന്നീട് അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെയൊക്കെയുള്ള എല്ലാ പ്രോസസ്സും അടങ്ങുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം സെല്ലിങ്ങിനേക്കാളും വലിയൊരു ടേമാണ് മാർക്കറ്റിംഗ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. രണ്ടും നമ്മൾ വ്യത്യാസം നോക്കാം. സെല്ലിംഗ് ഫോക്കസസ് ഓൺ ദി നീഡ്സ് ഓഫ് ദി സെല്ലർ. സെല്ലേഴ്സിന്റെ താല്പര്യങ്ങളിലാണ് സെല്ലിംഗ് ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ ദി നീഡ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്.
കൺസ്യൂമേഴ്സിന്റെ നീഡ്സിലാണ് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത്. സെല്ലിംഗ് സ്റ്റാർട്ട് വിത്ത് പ്രോഡക്റ്റിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രോഡക്റ്റുമായിട്ടാണ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് കൺസ്യൂമർ നീഡ്സ്, കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതോടും തൊട്ടാണ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ സെല്ലർ അപ്ലൈസ് പ്രഷർ ഓൺ ദി കസ്റ്റമേഴ്സ്, സെല്ലർ കസ്റ്റമറുടെ അടുത്ത് നിന്ന് അത് കസ്റ്റമറുടെ മുകളിൽ പ്രഷർ അപ്ലൈ ചെയ്യാൻ ചെയ്യുന്നത്, അവരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാൻ വേണ്ട ശ്രമമാണ് അവിടെ അങ്ങോട്ട് ചെയ്യുന്നത്. ദ മാർക്കറ്റ് യൂസസ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എഫേർട്സ്, പലതരത്തിലുള്ള മാർക്കറ്റിംഗ് എഫേർട്സ് ആണ്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് എഫേർട്സ് ആണ് മാർക്കറ്റർ അവിടെ യൂസ് ചെയ്യുന്നത്. ദ സെല്ലർ സീക്സ് പ്രോഫിറ്റ് ത്രൂ സെയിൽസ് വോളിയം വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സെയിൽസ് വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് സെല്ലർ അവിടെ ശ്രമിക്കുന്നത്. ദ മാർക്കറ്റർ സീക്സ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, മാർക്കറ്റർ ചെയ്യുന്നത് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ എന്താണോ എന്നുള്ളത് അന്വേഷിച്ച് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. സെല്ലിംഗ് ഈസ് പ്രോഫിറ്റ് ഓറിയന്റഡ്, പ്രോഫിറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് സെല്ലിംഗ്. മാർക്കറ്റിംഗ് ഈസ് കസ്റ്റമർ ഓറിയന്റഡ്, കസ്റ്റമറെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് മാർക്കറ്റിംഗ്. ദ ഫോക്കസ് ഓഫ് സെല്ലിംഗ് ഈസ് ഷോർട്ട് റൺ, നമ്മുടെ സെല്ലിങ്ങിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആണ്, അത് അവരിലേക്ക് കൈമാറുക, അത്ര വരെയൊക്കെ ഉള്ളൂ പിന്നെ സെല്ലിങ്ങിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ദ ഫോക്കസ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ലോങ് റൺ, കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സാറ്റിസ്ഫൈ ചെയ്യിച്ച് അവരെ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ലോങ് റൺ ഒബ്ജക്റ്റീവ് അവിടെ ഉണ്ട്. സെല്ലിംഗ് കൺവേർട്സ് ദ ഗുഡ്സ് ഇൻ ടു ക്യാഷ്, സെല്ലിംഗ് ഗുഡ്സിനെ ക്യാഷ് ആക്കി മാറ്റുന്നതിന് സഹായിക്കുന്നു. ഇറ്റ് കൺവേർട്സ് മീൻസ് മാർക്കറ്റിംഗ് കൺവേർട്സ് ദ കൺസ്യൂമേഴ്സ് നീഡ്സ് ഇൻ ടു പ്രോഡക്ട്സ്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾ പ്രോഡക്ട്സ് ആക്കി മാറ്റുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ സെല്ലിംഗ് കോസ്റ്റ് ഡിറ്റർമിൻ ദ പ്രൈസ്, സെല്ലിങ്ങിനകത്ത് കോസ്റ്റ് ആണ് വില തീരുമാനിക്കുന്നത്. മാർക്കറ്റിംഗിനകത്ത് കൺസ്യൂമർ ഡിറ്റർമിൻ ദ പ്രൈസ്, കൺസ്യൂമർ ആണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്രൈമറി മോട്ടീവ് ഓഫ് സെല്ലിംഗ് ഈസ് ടു ഇഫക്ട് സെയിൽസ്, നമ്മുടെ സെല്ലിങ്ങിന്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് സെയിൽസ് നടന്നു കിട്ടുക എന്നുള്ളതാണ്. പ്രൈമറി മോട്ടീവ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, മാർക്കറ്റിംഗിന്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. സെല്ലിംഗ് ക്രിയേറ്റ്സ് ഓൺലി പൊസഷൻ യൂട്ടിലിറ്റി, സെല്ലിങ്ങിനകത്ത് പൊസഷൻ യൂട്ടിലിറ്റി മാത്രമാണ് ഉണ്ടാകുന്നത്, കാരണം ഗുഡ്സിന്റെ ഓണർഷിപ്പ് കൈമാറുന്നു, അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്ത് അതിന്റെ പൊസഷൻ കൈമാറ്റം ചെയ്ത് അതിന്റെ ഉപയുക്തതയാണ് അവിടെ കിട്ടുന്നത്. അതേസമയം മാർക്കറ്റിംഗിനകത്ത് ടൈം, പ്ലേസ്, പൊസഷൻ യൂട്ടിലിറ്റീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അത് വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് ലഭ്യമാക്കുന്ന പൊസഷൻ യൂട്ടിലിറ്റീസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഇനി നമുക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി, ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളും കൂടെ ഈ വീഡിയോക്കകത്ത് നമുക്ക് മനസ്സിലാക്കാം. Marketing management is the management of the crucial and creative task of delivering consumer satisfaction and thereby earning profits through consumer demand. കൺസ്യൂമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ഡെലിവർ ചെയ്യുക, കൈമാറ്റം ചെയ്യുക, അതിലൂടെ കൺസ്യൂമേഴ്സ് ഡിമാൻഡിലൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക തുടങ്ങിയ വളരെ നിർണായകമായിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ആ ഒരു ടാസ്ക്, ആ ഒരു ചുമതല നടത്തിപ്പിനെയാണ്, അതിന്റെ മാനേജ്മെന്റിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പൊ കൺസ്യൂമേഴ്സിലേക്ക് സാധനങ്ങളും സേവനങ്ങളും എത്തിക്കുന്ന ആ ഒരു മുഴുവൻ ആക്ടിവിറ്റീസിനെയും മാനേജ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയാം. ഇത് ഫെസിലിറ്റേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് സച്ച് ആസ് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്, ഇതിന് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഫംഗ്ഷനെയും ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്? ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്, നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യണം. പ്ലാനിങ് ഫോർ പ്രോഡക്ട്സ് ഓർ സർവീസസ്, നമ്മുടെ പ്രോഡക്ട്സ് ന്റെയും സർവീസസിന്റെയും ഒക്കെ തന്നെ പ്ലാനിങ്, അതിന്റെ പ്രൈസിങ്, അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ വിച്ച് ആർ ഇൻവോൾവ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സിന്റെയും സർവീസസിന്റെയും ഡിസ്ട്രിബ്യൂഷനിലുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്യും, ഡെവലപ്പ് ചെയ്യും ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിനകത്ത് വരുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് മാനേജിങ് ആൻഡ് ഇംപ്രൂവിംഗ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, കസ്റ്റമേഴ്സിന്റെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുകയും കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അക്കോർഡിംഗ് ടു കോട്ട്ലർ ആൻഡ് കെല്ലർ, ഇവ രണ്ടുപേരും ചേർന്ന് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ചൂസിംഗ് ടാർഗറ്റ് മാർക്കറ്റ്സ്. ടാർഗറ്റ് മാർക്കറ്റ്, നമ്മൾ ലക്ഷ്യമിടുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ഏതാണോ അതിനെ ചൂസ് ചെയ്യുന്നതിന്റെയും ആൻഡ് ഗെറ്റിംഗ്, കീപ്പിംഗ് ആൻഡ് ഗ്രോയിങ് കസ്റ്റമേഴ്സ് ത്രൂ ക്രിയേറ്റിംഗ്, ഡെലിവറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് സുപ്പീരിയർ കസ്റ്റമർ വാല്യൂ. ദെൻ അവരെ ചൂസ് ചെയ്യുക, അതിനുശേഷം അവരെ നേടിയെടുക്കുക, മാർക്കറ്റിനെ നേടിയാൽ മാത്രം പോരാ, അവരെ നിലനിർത്തി കൊണ്ടുപോകണം,
ആൻഡ് ഗ്രോയിങ് കസ്റ്റമേഴ്സ്. കൂടാതെ കസ്റ്റമേഴ്സിനെ വളർത്തിക്കൊണ്ടുവരണം, അവരുടെ എണ്ണം കൂട്ടണം. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത്? ക്രിയേറ്റിംഗ്, ഡെലിവറിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് സുപ്പീരിയർ കസ്റ്റമർ വാല്യൂ. ഉയർന്ന കസ്റ്റമർ വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയും അത് കൈമാറ്റം ചെയ്യുകയും അത് ഡെലിവർ ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സിനെ വളർത്തുക. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന ഒരു ആർട്ട് ആൻഡ് സയൻസ് ആണ്, കലയും ശാസ്ത്രവുമാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നാണ് കോട്ട്ലർ ആൻഡ് കെല്ലർ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Then features or characteristics of marketing management. Marketing managementന്റെ features, characteristics അല്ലെങ്കിൽ nature എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് കസ്റ്റമർ ഓറിയന്റേഷൻ. കസ്റ്റമറെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും. കസ്റ്റമർ ഈസ് ദ കിങ് ഓഫ് എനി ബിസിനസ് യൂണിറ്റ്. ഏതൊരു ബിസിനസ് യൂണിറ്റിന്റെയും രാജാവ് എന്ന് പറയുന്ന കസ്റ്റമറാണ്. മാർക്കറ്റിലെ കിങ് എന്ന് പറയുന്ന കസ്റ്റമറാണ്. ഹെൻസ് ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ഷുഡ് ബി ഡയറക്റ്റഡ് ടു ക്രിയേറ്റ് കസ്റ്റമർ നീഡ്സ്. അപ്പൊ എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റമേഴ്സ് നീഡ്സിനെ നോക്കിയിട്ടാണ്. എംഫസിസ് ഓൺ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കൺസ്യൂമർ കീപ്സ് ദ ബിസിനസ് ഓൺ ദ റൈറ്റ് ട്രാക്ക്. നമ്മൾ കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിന് ഊന്നൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് അതിന്റെ ശരിയായ പാതയിലൂടെ തന്നെ ആയിരിക്കും, ബിസിനസ് ശരിയായ രീതിയിൽ തന്നെയായിരിക്കും റൺ ചെയ്യുക. Then customer satisfaction. All marketing activities should be directed to satisfy customers. എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ്. The aim should be to maximize profit over the long run through the satisfaction of customer wants. കസ്റ്റമേഴ്സിന്റെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെ, അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് തൃപ്തിപ്പെടുത്തുന്നതിലൂടെ ലോങ് റണ്ണിലേക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, ഉണ്ടാക്കുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കണം. Then marketing research. In marketing management, knowledge about the needs and wants and desires of customer is very important. നമ്മൾ പറഞ്ഞു കസ്റ്റമറെ ഓറിയന്റ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് എന്താണ്, വാട്ട്സ് എന്താണ്, ഡിസയേഴ്സ് എന്താണ് എന്നതിനെ കുറിച്ചെല്ലാം തന്നെ നല്ലൊരു അറിവ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ അത്യാവശ്യമാണ്. Therefore, a regular and systematic marketing research program is required to keep aware of the market. അതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊരു ധാരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് റിസർച്ച് പ്രോഗ്രാമും ഇവിടെ ആവശ്യമാണ്. ദിസ് ഹെൽപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മുടെ ഭാവിയിലെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ തന്നെയും ഫോർകാസ്റ്റ് ചെയ്യുന്നതിനും പ്ലാൻ ചെയ്യുന്നതിനൊക്കെ ഇത് നമ്മെ സഹായിക്കുന്നതാണ് പറയുന്നത്. മാർക്കറ്റിംഗ് മാനേജിന്റെ ഒരു ഭാഗമാണ് മാർക്കറ്റിംഗ് റിസർച്ച്. ദെൻ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്. Integrated marketing is an approach to create unified, smooth and continuous experience for consumers to interact with a particular brand or an enterprise. Integrated marketing is an approach to create a unified, smooth and continuous experience for consumers to interact with a particular brand or an enterprise. ഒരു particular ബ്രാൻഡുമായിട്ട് അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കൺസ്യൂമേഴ്സിന് യൂണിഫൈഡ്, ഏകീകൃതമായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് അറ്റംപ്റ്റ്സ് ടു കമ്പൈൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന്റെ എന്തെല്ലാം തലങ്ങളുണ്ടോ അതിനെല്ലാം തന്നെ കമ്പൈൻ ചെയ്തിട്ട് പ്രയോഗിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഏതൊക്കെയാണ് മാർക്കറ്റിംഗ്? അഡ്വർടൈസിങ്, അതുപോലെ സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ്, സംയോജിതമായിട്ടുള്ള എന്നുള്ള മീനിങ് ഉള്ള ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് ബിസിനസ് ഫംഗ്ഷൻ. ഇൻ ദ മോഡേൺ ബിസിനസ് വേൾഡ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ ഓഫ് ജനറൽ മാനേജ്മെന്റ്. ജനറൽ മാനേജ്മെന്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ മാനേജ്മെന്റ് പഠിച്ചവരാണ്. മാനേജ്മെന്റിനകത്ത് വിവിധ ഫംഗ്ഷൻസ് ഉണ്ട്. പ്രൊഡക്ഷന്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് തുടങ്ങി വിവിധ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഫംഗ്ഷൻസ് എല്ലാം തന്നെ നകത്ത് വരുന്ന ഒരു ഫംഗ്ഷനാണ്, ഒരു സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷനാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Then social function. Marketing requires constant interaction with the various strata of society. Social function കൂടിയാണ് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായിട്ട്, വിവിധ സ്ട്രാറ്റയുമായിട്ട് സ്ഥിരമായിട്ടുള്ള ഇന്ററാക്ഷൻ മാർക്കറ്റിംഗിന് ആവശ്യമാണ്. ഇറ്റ് ഈസ് ഇൻസ്ട്രുമെന്റൽ ഇൻ മാനിപ്പുലേറ്റിംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രൈസിംഗ്. പ്രൊഡക്ഷന്, ഡിസ്ട്രിബ്യൂഷന്, പ്രൊമോഷന്, പ്രൈസിംഗ് ഇവയുടെയൊക്കെ തന്നെ ഈ ഫാക്ടേഴ്സിന്റെ ഒക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സോഷ്യൽ ഇന്ററാക്ഷൻ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. യൂണിവേഴ്സൽ ഫംഗ്ഷൻ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഹാസ് എ യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എല്ലായിടത്തും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ മാത്രമെന്ന് കണക്കൊന്നുമില്ല. As it can be applied to both profit making and non-profit making organization. Profit making organizationലും
നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനിലും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഇതിന് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാവുന്നതാണ്. ദെൻ മാനേജീരിയൽ പ്രോസസ്. ഇതൊരു മാനേജീരിയൽ പ്രോസസ്സും കൂടിയാണ്. മാനേജ്മെന്റ് എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് എ മാനേജീരിയൽ പ്രോസസ് ഇൻവോൾവിംഗ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡെസിഷൻ മേക്കിംഗ്, ഫോർകാസ്റ്റിംഗ്, ഡയറക്ടിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. പ്ലാനിങ് തൊട്ട് കൺട്രോളിംഗ് വരേക്കുള്ള മാനേജീരിയൽ പ്രോസസ് എന്തൊക്കെയാണ്, മാനേജീരിയൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അതെല്ലാം മാർക്കറ്റിംഗ് മാനേജ്മെന്റിനകത്തും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മാനേജീരിയൽ പ്രോസസ് ആണ്. Then organizational objectives. Activities of marketing management are based on overall organization objectives. ബിസിനസിന്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ്, ഓവറോൾ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ആക്ടിവിറ്റീസ് ഇരിക്കുന്നത്. The marketer bridges the gap between overall organizational objective of achieving high profit and maximization of sales and consumers' interest of satisfying needs. അപ്പം മാർക്കറ്ററുടെ ഡ്യൂട്ടി എന്താണ് ഇവിടെ? ഓർഗനൈസേഷൻ ഓവറോൾ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഉയർന്ന പ്രോഫിറ്റ് നേടുക, അതുപോലെ സെയിൽസ് മാക്സിമൈസ് ചെയ്യുക എന്നതിന്റെയും കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ആ ഒരു താല്പര്യത്തിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് അത് ഫില്ല് ചെയ്യുക, ആ ഒരു ഗ്യാപ്പ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മാർക്കറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ കൺട്രോളിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പെർഫോംസ് the functions of controlling of marketing activities. മാർക്കറ്റിംഗ് മാനേജ്മെന്റിനകത്ത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനും കൂടെ വരുന്നുണ്ട്. ഇറ്റ് ഇവാലുവേറ്റ്സ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ഇഫക്റ്റീവ്നെസ് എന്തുമാത്രമുണ്ട്, നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ എന്തുമാത്രം ഇഫക്റ്റീവ് ആണെന്ന് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ടു ജഡ്ജ് ദ എഫിഷ്യൻസി ഓഫ് മാർക്കറ്റിംഗ് പേഴ്സണൽ ആൻഡ് ദ പ്ലാൻസ്. മാർക്കറ്റിംഗ് പേഴ്സണൽസിന്റെയും ആ പ്ലാനിന്റെയും ഒക്കെ തന്നെ എഫിഷ്യൻസി ജഡ്ജ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ഇഫക്റ്റീവ്നെസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വേരിയൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യും. വേരിയൻസ് ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്യുന്നതിനുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കും. അങ്ങനെ ഒരു കൺട്രോളിംഗ് ആക്ടിവിറ്റിയും കൂടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിനകത്ത് വരുന്നുണ്ട്. ഇത്രയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് പറയാവുന്ന ഏതാനും കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ